ഈ അധ്യാപകരെ കൈവെട്ടിയ കേസിലെ മുഖ്യപ്രതി സവാദ് ഇപ്പോൾ റിമാൻഡിലാണ്. എന്തായാലും തുടർ നടപടികളുമായി NIA പോകുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ തീർച്ചയായും ഉണ്ടാകും. തിരിച്ചറിയൽ പരേഡ് നടത്താനൊക്കെ NIA നീക്കുമെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് അനു. വളരെ വ്യക്തമായി തന്നെ അന്വേഷണത്തിൽ, കാരണം NIA സംബന്ധിച്ചിടത്തോളം പോപ്പുലർ ഫ്രണ്ട് മതഭീകരവാദികൾ നടത്തിയ ഒരു ക്രൂരമായ ആക്രമണത്തിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയെയും ഒടുവിൽ പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ തുടർ നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി ഈ തിരിച്ചറിയൽ പരേഡ് സവാദിന്റെ ഇന്നലെ കണ്ണൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് നടത്തണം. തിരിച്ചറിയൽ പരേഡ് നടത്തിയതിനു ശേഷം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം, ദേശീയ അന്വേഷണ ഏജൻസി കടക്കുന്നത്. മാത്രമല്ല ഇയാളുടെ വീട്ടിൽ നിന്ന് നിരവധി മൊബൈൽ ഫോണുകളും മറ്റ് ഡിജിറ്റൽ രേഖകളും എല്ലാം പിടിച്ചെടുത്തിരുന്നു. ആ പിടിച്ചെടുത്തിട്ടുള്ള ഡിജിറ്റൽ രേഖകളുടെ സൈബർ ഫോറൻസിക് പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. അത് സൈബർ ഫോറൻസിക് പരിശോധനയ്ക്കായി ഉടൻ അയക്കുമെന്നാണ് NIA വ്യക്തമാക്കുന്നത്. അങ്ങനെ അന്വേഷണത്തിന്റെ ഭാഗമായി തുടർ നടപടികൾ, ആദ്യം തിരിച്ചറിയൽ പരേഡ് അത് ഇന്ന് തന്നെ നടത്തുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. അതിനുശേഷം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ദിവസം വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. എന്നാൽ ഇവിടെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മതഭീകരവാദ സംഘം, നിരോധിത ഭീകര സംഘടന തുടർച്ചയായി തന്നെ ഇത്തരത്തിൽ നിരോധനത്തിന് ശേഷവും മതഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ സജീവമാണ് എന്നതിന്റെ വിവരങ്ങൾ തന്നെയാണ് അനുദിനം പുറത്തു വരുന്നത്. അത് ഏറ്റവും ഒടുവിലാണ് ഈ സവാദിന് നൽകിയിരിക്കുന്ന സംരക്ഷണം. കാരണം 13 വർഷമായി ഇയാൾ ഒളിവിലായിരുന്നു. തുടക്കത്തിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് മുമ്പ് മുതൽ നിരോധനത്തിന് ശേഷവും അടക്കം ഈ പോപ്പുലർ ഫ്രണ്ട് മതഭീകരവാദ നേതാക്കൾ തന്നെയായിരുന്നു സവാദിനെ സംരക്ഷിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ 13 വർഷം 2010 ജൂലൈ 4 നടന്ന സംഭവത്തിന് ശേഷം അന്ന് ഒളിവിൽ പോയ ആൾ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും എല്ലാമായി ഏറെക്കാലം ഒളിവിൽ കഴിയുമ്പോഴെല്ലാം തന്നെ ഇയാൾക്ക് വേണ്ട സാമ്പത്തിക സഹായം, മാറി മാറിയുള്ള ഒളിയിടങ്ങൾ, ഏറ്റവും ഒടുവിൽ കണ്ണൂർ ജില്ലയിൽ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നിൽ മതഭീകരവാദ ശക്തികളുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നിൽ തന്നെ അവരെ താവളമാക്കുന്നു. സവാദിന് വേണ്ട സംരക്ഷണം ഒരുക്കുന്നു. CPM-ന്റെ കൂടി ശക്തി കേന്ദ്രമാണ് ഈ മേഖല എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. മട്ടന്നൂരിൽ നിന്ന് ഈ സവാദ് പിടിയിലായ മേഖല. അങ്ങനെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കൂടുതൽ ശക്തിയാർജിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ രഹസ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നു. ഇരുളിന്റെ മറവിൽ അല്ലെങ്കിൽ രഹസ്യ യോഗങ്ങളിലൂടെ നിഴൽ രൂപങ്ങളായി അത് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നു എന്നതിന്റെ വിവരങ്ങൾ ആദ്യം ഇന്റലിജൻസ് ബ്യൂറോ ആണ് പുറത്തുവിട്ടത്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് അത്തരം വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം മറ്റു സംസ്ഥാനങ്ങൾ ശക്തമായ നടപടികൾ എടുത്തിരുന്നു. മറ്റ് പല സംസ്ഥാനങ്ങളിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വീണ്ടും തലപൊക്കുന്നത് തടയാനുള്ള നീക്കങ്ങൾ ശക്തമായി തന്നെ എടുത്തു. നിരോധിത ഭീകര സംഘടനയെ ഒരു തരത്തിലും വീണ്ടും അതിന്റെ കരാള ഹസ്തങ്ങൾ നീട്ടുന്ന സാഹചര്യം ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ അതേ ഘട്ടത്തിൽ കേരളം കൃത്യമായി തന്നെ മതഭീകരവാദികളുടെ സുരക്ഷിത താവളമായി തുടരുന്നു എന്നതിന്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണം തന്നെയാണ്. സവാദിന് ഒളിയിടം കൃത്യമായി ഇവിടെ തന്നെ ലഭിച്ചിരിക്കുന്നു, കേരളത്തിൽ തന്നെ ലഭിച്ചിരിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ കാലങ്ങളായി ഇയാൾ അവിടെ കുടുംബസമേതം ഒളിവിൽ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ പല ജോലികൾ ചെയ്ത് പല തരത്തിൽ ആ ഒരു മേഖലയാകെ ഒളിയിടമാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള താമസമായിരുന്നു സവാദ് നടത്തുകയും ചെയ്തിരുന്നത്. അവിടെയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധിത ഭീകര സംഘടനയുടെ ആളുകൾ, അതിന്റെ നേതാക്കൾ ഇപ്പോഴും സജീവമായി ഇത്തരം ആളുകളെ സഹായിക്കുന്നുണ്ട്. ഭീകരപ്രവർത്തനങ്ങൾക്ക് അറസ്റ്റിലായിട്ടുള്ള ആളുകൾക്ക്, ഒപ്പം തന്നെ ഭീകരപ്രവർത്തനങ്ങൾക്ക് അറസ്റ്റിലായതിനു ശേഷം പിന്നീട് വിട്ടയക്കപ്പെട്ട ആളുകൾ ഭീകരപ്രവർത്തനം നടത്താൻ തയ്യാറായി പ്രത്യേക ഗ്രൂപ്പുകളായി മാറുന്ന, പ്രത്യേക ഗ്രൂപ്പുകളെ സജ്ജമാക്കുന്ന യുവാക്കളുടെ സംഘങ്ങൾ എന്നിവർക്കെല്ലാം വേണ്ട സഹായങ്ങൾ ഈ മതഭീകരവാദ ഗ്രൂപ്പ് നൽകുന്നു എന്നതിന്റെ വിവരങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ തിരിച്ചറിയൽ പരേഡ് നടന്നതിന് ശേഷം, സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് നടത്തിയതിനു ശേഷം വിശദമായ ചോദ്യം ചെയ്യലിൽ ആരെല്ലാമാണ് സവാദിനെ സഹായിച്ചിരുന്നത്, ഈ നാളുകളിൽ ആരുടെയെല്ലാം സഹായങ്ങൾ സവാദിന് ലഭിച്ചിട്ടുണ്ട്, പോപ്പുലർ ഫ്രണ്ടിന്റെ ഏതെല്ലാം നേതാക്കൾ ഒളിവിൽ കഴിഞ്ഞും അല്ലെങ്കിൽ നിരോധനത്തിന് ശേഷവും ഇപ്പോഴും അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നേതൃത്വം അവരേതെല്ലാം തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സവാദിന് സംരക്ഷണ കവചം ഒരുക്കിയത് എന്നതടക്കമുള്ള വിവരങ്ങൾ വിശദമായ ചോദ്യം ചെയ്യലിലായിരിക്കും പുറത്തുവരിക. മാത്രമല്ല ഏറെക്കാലത്തിന് ശേഷം പിടിയിലായിട്ടുള്ള പ്രതിയുടെ തെളിവെടുപ്പ് നടപടികൾ അത് പൂർണ്ണമായും തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. എറണാകുളം സബ് ജയിലിലാണ് ഇപ്പോൾ സവാദിനെ
പാർപ്പിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് തന്നെയാണ് ഈ തുടർന്നുള്ള നടപടികൾ, അതായത് തെളിവെടുപ്പ് നടപടികൾ, ഒപ്പം തന്നെ തിരിച്ചറിയൽ പരേഡിന്റെ നടപടികളും എല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടത്. ഇയാൾ ഒളിവിൽ കഴിഞ്ഞ ഭാഗങ്ങളിലെല്ലാം തന്നെ കൂടുതൽ സ്ഥലങ്ങളിലും എത്തിച്ചുള്ള തെളിവെടുപ്പ് പിന്നീട് അന്വേഷണ സംഘത്തിന് ഈ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം എന്നെ ഈ ഭാഗങ്ങളിൽ എല്ലാം തന്നെ എത്തിച്ചുള്ള തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും. ഒപ്പം തന്നെയാണ് ചോദ്യം ചെയ്യലിൽ ഇതിന്റെ ഗൂഢാലോചനയിലടക്കം സഹായിച്ചവരിലേക്കടക്കം നീങ്ങുന്ന വ്യക്തമായ ഒരു തെളിവുകൾ ഉണ്ടാവുക. സ്വാഭാവികമായും പ്രതിപട്ടികയുടെ എണ്ണം വർദ്ധിക്കാനാണ് സാധ്യത. കാരണം ആദ്യ വിചാരണ ഘട്ടത്തിൽ 13 പേരാണ് ശിക്ഷിക്കപ്പെട്ടത്. അതിനുശേഷം രണ്ടാമത്തെ വിചാരണ ഘട്ടത്തിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടു. ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ സവാദ് ഈ ഒരു വിചാരണ കാലയളവിൽ അല്ലെങ്കിൽ വിചാരണ നേരിട്ടുണ്ടായിരുന്നില്ല. അയാൾ അപ്പോഴെല്ലാം ഒളിവിൽ തുടരുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും പിടിയിലായിരിക്കുന്ന സ്ഥിതിയിൽ സവാദിനെ മാത്രമായി വിചാരണ നടപടികൾ ഒരിക്കൽ കൂടി ആരംഭിക്കും. കേസിന്റെ പകുതി ഭാഗത്ത് നിന്ന് തന്നെയായിരിക്കും നടപടികൾ വീണ്ടും ആരംഭിക്കേണ്ടി വരിക എന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട്. ആ സാക്ഷിമൊഴികൾ, സാക്ഷികളുടെ വിസ്താരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ കേസിൽ ചില സാക്ഷികൾ, പല അധ്യാപകനടക്കം ഉള്ള ആളുകളെ കൃത്യമായി തന്നെ ഒരിക്കൽ കൂടി വിസ്തരിക്കേണ്ട ഒരു സ്ഥിതി കൂടിയുണ്ട്.